നമസ്കാരം, ഞാൻ ഡോക്ടർ അജീഷ് ടി, കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് എസ് എച്ച് ഹോസ്പിറ്റൽ കോട്ടയം. മെയ് 25 നമ്മൾ ലോക തൈറോയ്ഡ് ദിനം ആചരിക്കുകയാണ്. തൈറോയ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല മിഥ്യാധാരണകളും തൈറോയ്ഡിനെ പറ്റി പലർക്കുമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മിഥ്യാധാരണയാണ് ആൻറ്റിബോഡി ടെസ്റ്റായ ആൻറ്റി-TPO ആൻറ്റിബോഡി ടെസ്റ്റ്. പലപ്പോഴും പല രോഗികളും ഈ ടെസ്റ്റ് മാത്രം ചെയ്തു വരുന്നതായി കണ്ടുവന്നിട്ടുണ്ട്. ഈ ആൻറ്റിബോഡി ടെസ്റ്റ് നോർമലി ഒരു 10% ആളുകളിൽ പോസിറ്റീവായി കണ്ടുവരുന്നതാണ്. ആൻറ്റിബോഡി പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രം ഒരു രോഗിക്ക് തൈറോയ്ഡ് രോഗം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ആൻറ്റിബോഡി ടെസ്റ്റ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ആദ്യമേ ഒരു ഡോക്ടറിനെ കണ്ട് TSH ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ രോഗിക്ക് തൈറോയ്ഡ് രോഗം ഇല്ലെന്നാണ് അർത്ഥം. അതേസമയം TSH കൂടുകയോ TSH അബ്നോർമൽ ആവുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാക്കി ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ഉള്ള രോഗികളിൽ ഒരു 30% ആളുകൾക്ക് അടുത്ത 10 വർഷത്തുള്ള ഹൈപ്പോതൈറോയിഡിസം വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ആൻറ്റിബോഡി പോസിറ്റീവ് ആയിട്ടുള്ള ഹൈപ്പോതൈറോയിഡിസം ഉള്ള രോഗികളിൽ, അതായത് ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസ് ഉള്ള രോഗികളിൽ ടെസ്റ്റ് വീണ്ടും ചെയ്ത് നോക്കേണ്ട ആവശ്യകതയില്ല. കാരണം ഒരിക്കൽ പോസിറ്റീവ് ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് മാത്രമാണ്, പ്രോഗ്നോസ്റ്റിക് സിഗ്നിഫിക്കൻസ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ ഇതിൻ്റെ ആൻറ്റിബോഡിയുടെ വാല്യൂ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തുന്നതുമല്ല. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ ടെസ്റ്റ് ചെയ്യുക. താങ്ക്